അമേരിക്കയുടെ താരിഫ് കളിക്ക് ശ്രദ്ധ കൊടുക്കാനില്ലെന്നറിയിച്ച് ചൈന രംഗത്തെത്തിയിരിക്കുന്നു. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 245% വരെ തീരുവ ചുമത്തുമെന്ന വൈറ്റ് ഹൌസിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം. ചൈനീസ് ഇറക്കുമതിക്ക് 245% വരെ പുതിയ തീരുവ ചുമത്തുമെന്ന് ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ചതോടെ അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര സംഘർഷം അയവില്ലാതെ തുടരുമെന്നാണ് വ്യക്തമാകുന്നത്. അമേരിക്കയ്ക്ക് വഴങ്ങില്ല എന്നും തിരിച്ചടിക്കുമെന്നും ചൈന നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഈ നിലപാടാണ് അമേരിക്കയെ ചൊടിപ്പിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. പുതിയ വ്യാപാര കരാറുകളെ കുറിച്ച് ചർച്ച ചെയ്യാൻ ചൈനയൊഴികെ 75-ലധികം രാജ്യങ്ങൾ തയ്യാറായിട്ടുണ്ടെന്നും ഇതിനെ തുടർന്ന് ഇവർക്കെതിരെ ചുമത്തിയ ഉയർന്ന താരിഫുകൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയുമാണ് എന്നുമാണ് വൈറ്റ് ഹൌസ് വ്യക്തമാക്കുന്നത്. അതായത് ചർച്ചയ്ക്കൊരുങ്ങാതെയുള്ള നിലപാട് സ്വീകരിച്ചതാണ് അമേരിക്കയെ കൂടുതൽ പ്രകോപിപ്പിക്കുന്നതെന്നാണ് വൈറ്റ് ഹൌസിന്റെ പ്രസ്താവന ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം US താരിഫുകളിൽ ഗുരുതരമായ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് ആഗോള വ്യാപാര നിയമങ്ങൾ ലംഘിച്ചുവെന്ന് ചൂണ്ടിക്കാണിച്ച ലോക വ്യാപാര സംഘടനയിൽ ചൈന അടുത്തിടെ പരാതി നൽകിയിരുന്നു. US പ്രസിഡന്റ് ട്രംപ് അധികാരമേറ്റതിനു ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സമ്പദ് വ്യവസ്ഥകൾ തമ്മിൽ നടക്കുന്നത് രൂക്ഷമായ താരിഫ് യുദ്ധമാണ്. അതേസമയം US കമ്പനിയായ ബോയിങ്ങിൽ നിന്ന് ഓർഡർ ചെയ്ത വിമാനങ്ങളൊന്നും സ്വീകരിക്കേണ്ട എന്ന് ചൈനീസ് എയർലൈൻ കമ്പനികൾക്ക് സർക്കാർ നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. കൂടാതെ വ്യാപാര യുദ്ധം കടുക്കുന്നതിനിടെ അമേരിക്കയുമായി വ്യാപാര ചർച്ചകൾ പുനരാരംഭിക്കാനും സന്നദ്ധത ചൈന അറിയിച്ചു എന്ന തരത്തിലും വാർത്തകൾ വന്നിരുന്നു. ചില പ്രധാനപ്പെട്ട മുൻ വ്യവസ്ഥകൾ പാലിക്കുകയാണെങ്കിൽ അമേരിക്കയുമായി വ്യാപാര ചർച്ചകൾ പുനരാരംഭിക്കാനുള്ള സന്നദ്ധത അറിയിച്ചുകൊണ്ടാണ് ചൈന രംഗത്തെത്തിയത്. പ്രധാന ആവശ്യങ്ങളിൽ ഒന്ന് കൂടുതൽ നയതന്ത്രപരമായ ബഹുമാനം, സ്ഥിരതയുള്ള US വ്യാപാര നിലപാട്, ഉപരോധങ്ങളിലും തായ്വാനിലുമുള്ള തങ്ങളുടെ ആശങ്കകൾക്ക് ശ്രദ്ധ നൽകുക, ട്രംപിന്റെ പൂർണ്ണ പിന്തുണയുള്ള ഒരു മുഖ്യ ചർച്ച പ്രതിനിധിയെ നിയമിക്കുക എന്നിവയാണ്. ഇതിനിടെ ചൈനീസ് എയർലൈനുകൾ പുതിയ ബോയിംഗ് വിമാനങ്ങൾ വാങ്ങുന്നത് ബെയ്ജിംഗ് തടഞ്ഞതിനെ തുടർന്ന് ട്രംപ് ഭരണകൂടം ഏഷ്യൻ രാജ്യത്തിന്മേലുള്ള തീരുവ 245% ഉയർത്തിയിരുന്നു. ചൈനയുടെ പ്രതികാര നടപടികളുടെ ഫലമായി US-ലേക്കുള്ള ഇറക്കുമതിക്ക് ഇപ്പോൾ 245% വരെ തീരുവ നേരിടേണ്ടി വരുമെന്നാണ് വൈറ്റ് ഹൌസ് അറിയിച്ചത്. അതേസമയം പോരാടാൻ ഭയമില്ല എന്നായിരുന്നു ചൈനയുടെ പ്രതികരണം. എന്നാൽ US വിഷയത്തിൽ ഒരു പരിഹാരം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് തുല്യത, ബഹുമാനം, പരസ്പര നേട്ടം എന്നിവയുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കണമെന്നും ചൈന വ്യക്തമാക്കി. അമേരിക്കയ്ക്ക് ഈ പ്രശ്നം ശരിക്കും പരിഹരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർ ഭീഷണിപ്പെടുത്തുന്നത് നിർത്തി തുല്യത, ബഹുമാനം, പരസ്പര നേട്ടം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ചൈനയുമായി സംസാരിക്കണം എന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിൻ ചിയാൻ പറഞ്ഞിരുന്നു. അതേസമയം ചൈനയുടെ പ്രധാന ആവശ്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, US ക്യാബിനറ്റ് അംഗങ്ങളുടെ അപകീർത്തികരമായ പരാമർശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുക, വ്യാപാര കാര്യങ്ങളിൽ സ്ഥിരതയുള്ള US നിലപാട്, അമേരിക്കൻ ഉപരോധങ്ങളെയും തായ്വാനോടുള്ള US നയത്തെയും കുറിച്ചുള്ള ചൈനയുടെ ആശങ്കകൾ പരിഹരിക്കുക, ട്രംപിന്റെ വ്യക്തമായ പിന്തുണയുള്ള ഒരു മുഖ്യ ചർച്ചാ പ്രതിനിധിയെ നിയമിക്കുക, ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും കൂടിക്കാഴ്ച നടത്തുമ്പോൾ ഇരുവർക്കും ഔദ്യോഗികമായി ഒപ്പുവെക്കാൻ കഴിയുന്ന ഒരു കരാർ രൂപപ്പെടുത്താൻ കഴിവുള്ള ഒരാൾ. ഇതൊക്കെയാണ് ചൈനയുടെ പ്രധാന ആവശ്യങ്ങൾ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.